തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ മാനന്തവാടിയിൽ വാശിയേറിയ പോരാട്ടമാണ്. ഹാട്രിക് വിജയം തേടുന്ന മന്ത്രി ഒ.ആർ. കേളുവും UDF സ്ഥാനാർത്ഥി ഉഷ വിജയനും ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോൾ NDA സ്ഥാനാർത്ഥിയായ ശ്യാംരാജും പ്രചാരണത്തിൽ ഒട്ടും പിന്നിലല്ല. 3 സ്ഥാനാർത്ഥികൾ മാത്രം ജനവിധി തേടുന്നുവെന്ന പ്രത്യേകതയും മാനന്തവാടിക്കുണ്ട്. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി ഒ.ആർ. കേളു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വെള്ളമുണ്ട പഞ്ചായത്തിലെ കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3ാം തവണ എവിടെയും അപരിചിതത്വമൊന്നുമില്ലല്ലോ, എല്ലാവരെയും അറിയാം. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? മാനന്തവാടിയിലെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് MLA എന്ന നിലയ്ക്ക് എന്നെ ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല. എല്ലാവർക്കും സുപരിചിതനാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാനന്തവാടിയിൽ കുറേ വികസനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചതൊക്കെ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വോട്ടർമാരെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതു മുന്നണിക്ക് ചെറിയ രീതിയിലുള്ള തിരിച്ചടിയൊക്കെ കിട്ടിയൊരു മണ്ഡലമാണ്. പക്ഷേ ഒരു നേരത്തെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 1ാമത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു സ്വീകാര്യതയായിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ, 2016-ലും 2021-ലും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് മാനന്തവാടിയിലെ വോട്ടർമാർ എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത്. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ തോൽപ്പെട്ടിയിലുള്ള ഒരു മുത്തപ്പൻകാവിൽ ഉത്സവ സ്ഥലത്താണ്. എന്താണ് ഒരു പ്രതീക്ഷ? നേരത്തെ കഴിഞ്ഞും കൂടുതൽ ആത്മവിശ്വാസം കൂടിയതേ ഉള്ളൂ. വലിയ വിജയപ്രതീക്ഷയാണ്. വിജയിക്കുമെന്ന് ഉറപ്പ്. അതുപോലെ തന്നെ UDFന്റെ ഗവൺമെൻറ് വരും എന്നുള്ള ഉറപ്പ്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയ ആൾക്കാരെ കാണാൻ കഴിഞ്ഞോ? എല്ലാ ഭാഗത്തും എത്തി. 2 റൗണ്ടോളം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രവർത്തനം താഴെ തട്ട് മുതൽ ശക്തമാണോ? കഴിഞ്ഞ കാലത്തേക്കാളും ശക്തമായിട്ടുണ്ട്. വോട്ടർമാരെന്നുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല പ്രതികരണം. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമേ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ BJPയുടെ യുവത്വത്തിന്റെ മുഖമായ ശ്യാംരാജാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടോന്നില്ലേ, കുടുംബാംഗങ്ങളൊക്കെ? അതെ, കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. വൈഫ് ഓൾറെഡി കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറൊക്കെ ആയിരുന്നു. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരിമാർ, അളിയൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കുടുംബമായിട്ടാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, ഈ നിൽക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ പ്രചരണത്തിൻ്റെ അവസാനഘട്ടം നന്നായിട്ട് തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു മാനന്തവാടിയിൽ ഒരു നൂതനമായിട്ടുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ തേടിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് മോബ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റേ വലിയ സ്ക്രീനുകളൊക്കെ നമ്മൾ അവിടെ നമ്മുടെ ജെൻസിക്കാർക്ക് വേണ്ടിയുള്ള ഹൈടെക് പരിപാടി, അതെ, ജെൻസിക്കാർക്ക് വേണ്ടിയുള്ള ഹൈടെക് പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറുപ്പക്കാരുടെ വോട്ടൊക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാവില്ല. ഒരു സ്വതന്ത്രനില്ല, അപരനില്ല, മറ്റ് ചെറിയ പാർട്ടികളൊന്നുമില്ല. അപ്പം നേർക്ക് നേരെയാണ്. 2 ക്യാബിനറ്റ് മന്ത്രിമാരെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള MLA-മാരാക്കി ജയിപ്പിച്ചു വിട്ടുള്ള നിയോജക മണ്ഡലമാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ അതിനനുസൃതമായിട്ടൊരു വികസനം വന്നിട്ടുണ്ടോ? അപ്പോൾ അത് ജനങ്ങൾ കാണണം, അത് ചർച്ച ചെയ്യണം. സമരഭൂമി, ഇവിടെ ഞാനൊരു പുതിയ വാക്ക് കേട്ടത് കയ്യേറ്റ ഭൂമി എന്നാണ്. ഇവിടെ വലിയ ഭൂപരിഷ്കൃത നിയമമൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സാധാരണ ട്രൈബ്സിനൊന്നും കിട്ടിയിട്ടില്ല. അവർ തലചായ്ക്കാനൊരു ഇടത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു 2-3 സെൻറ്റിൽ ഒരു കൂര തട്ടിക്കൂട്ടുന്നു. അവരെ വിളിക്കുന്നത് കയ്യേറ്റക്കാരെന്നാണ്. ഇതൊക്കെ ഞാൻ പറയുന്ന മാനന്തവാടി മാത്രമല്ല, വയനാടും മലയാളികളും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. എന്തായാലും മാനന്തവാടി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശ്യാംരാജ് വലിയ ചലനമുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വികസനം തന്നെയാണ് മണ്ഡലത്തിൽ NDA ഉന്നയിക്കുന്ന പ്രധാന വിഷയം. അരുൺ കിഷോറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.